രാഹത്പൂർ എന്നു പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ മോനു തന്റെ ഭാര്യ സുനിത പിന്നെ മകൻ ലക്ഷ്മണിന്റെ കൂടെ ജീവിച്ചിരുന്നു. മോനു തന്റെ അച്ഛൻ വിട്ടിട്ടു പോയ ധാബയെ മുന്നോട്ട് കൊണ്ടുപോയി ജോലി ചെയ്യുകയായിരുന്നു. അതേ ഗ്രാമത്തിൽ തന്നെ സുരേഷ് എന്നു പേരുള്ള മറ്റൊരാളും ഉണ്ടായിരുന്നു. അദ്ദേഹം തന്റെ ഭാര്യ സുഷ്മയുടെ കൂടെ സ്വന്തം ധാബ നടത്തുകയായിരുന്നു. ഇന്നും നമ്മുടെ ധാബയിലേക്ക് ആരും ഭക്ഷണം കഴിക്കാൻ വന്നില്ലല്ലോ. ഇന്നും നമ്മുടെ ഡാബയിൽ ആരും കഴിക്കാൻ വന്നിട്ടേ ഇല്ലല്ലോ. എല്ലാരും ആ സുരേഷിന്റെ ഡാബയിലേക്കാണ് കഴിക്കാൻ വേണ്ടി അവർ പോയിരിക്കുന്നത്. ഒരു പക്ഷെ ഇതേപോലെ തന്നെ നടന്നുകൊണ്ടിരുന്നാൽ ലക്ഷ്മണനെ ഒരു നല്ല സ്കൂളിൽ പോലും നമുക്ക് ചേർക്കാനേ പറ്റില്ല. നിങ്ങൾ വിഷമിക്കേണ്ട, നല്ല മനസ്സോടെ നമുക്ക് ജോലി ചെയ്യാം. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, നമ്മൾ എത്രമാത്രം കഷ്ടപ്പെടുന്നു ഒരു നാൾ നല്ല ദിവസം വരും. സുനിത മോനുവിനോട് സംസാരിച്ച് തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ സുനിത സുഷ്മയെ കണ്ടു. ഏ സുനിത, നിനക്ക് സുഖാണോ? പിന്നെ മോനുചേട്ടന്റെ ധാബ എങ്ങനെ നടക്കുന്നു? ഞാൻ എന്താ പറയേണ്ടത് സുഷ്മ, ഞങ്ങളുടെ ധാബയിലേക്ക് ഒരു കസ്റ്റമർ പോലും വരുന്നില്ല. എല്ലാവരും നിന്റെയും സുരേഷ് ചേട്ടന്റെ ധാബയിലേക്കുമാണ് ഭക്ഷണം കഴിക്കാൻ വരുന്നത്. ആ, ഞാനും അത് കാണുന്നുണ്ട്. എനിക്ക് എന്താ തോന്നുന്നതെന്നോ, ചേട്ടൻ ആ ധാബ വിട്ട് വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നതാന്നാ തോന്നുന്നത്. അവരുടെ അച്ഛൻ ധാബ നടത്തിക്കൊണ്ടിരുന്നപ്പോ ഗ്രാമവാസികളെല്ലാം അദ്ദേഹത്തിന്റെ കടയിലാ ഭക്ഷണം കഴിക്കാൻ പോയത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മോനുചേട്ടന് കട ശരിക്കും നടത്താൻ അറിയില്ലെന്നാ തോന്നുന്നത്. ശരി, അപ്പോ ഞാൻ പോകട്ടെ. സുനിത, നമുക്ക് വേറൊരു ദിവസം കാണാം. ശരി. ഇത്രയും പറഞ്ഞുകൊണ്ട് സുഷമ തന്റെ ധാബയിലേക്ക് പോയി. രാത്രി സമയമായി. മോനു തന്റെ ധാബയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തി. എന്തുപറ്റി? എന്താ ഒരുമാതിരി തോന്നുന്നത്? ഇപ്പൊ ഞാൻ എന്തെന്ന് പറയാനാ? ധാബയിലാണെങ്കിൽ നല്ല വരുമാനം പോലും വരുന്നില്ല. പക്ഷെ നമ്മുടെ ലക്ഷ്മണനെ ഒരു നല്ല സ്കൂളിൽ ചേർത്തേ പറ്റുള്ളൂ. ഞാൻ എന്താ വിചാരിക്കുന്ന വെച്ചാൽ ഡാബേനെയൊക്കെ വിറ്റിട്ട് നമ്മൾ ഏതെങ്കിലും കൂലി ജോലിക്ക് പോയാലും ആലോചിക്കുന്നു. ആ പണം വെച്ചിട്ട് നമുക്ക് ലക്ഷ്മണൻ ഒരു നല്ല സ്കൂളിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ എന്തെങ്കിലും കൂലി ജോലി ചെയ്തിട്ട് നമ്മുടെ ദിനസര ജീവിതം നമ്മൾ തന്നെ നോക്കിക്കോളാം. പക്ഷെ ഈ ധാബ നിങ്ങളുടെ അച്ഛന്റെ അവശേഷിപ്പാണ്. ഇപ്പൊ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ ധാബേനെ വിൽക്കണമെന്ന് ഞാനും ആഗ്രഹിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇത് നമ്മൾ തീർച്ചയായല്ലോ. നാളെ രാവിലെ പോയിട്ട് ആർക്കെങ്കിലും ഞാൻ ഈ ധാബ അങ്ങ് വിറ്റേക്കാം. ഇത്രയും പറഞ്ഞ് ഭക്ഷണമെല്ലാം കഴിച്ച് മോനു നന്നായി ഉറങ്ങാൻ തുടങ്ങി. ഒരു വ്യത്യസ്തമായ സ്വപ്നം അവർ കണ്ടു. അതിൽ അദ്ദേഹം കണ്ടതെന്തെന്നോ, അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തെ വിളിക്കുന്നത്. മോനു, ഇവിടെ നോക്കൂ മോനു. അച്ഛാ, അച്ഛാ, ഞാൻ നിങ്ങളെയാണ് അച്ഛാ വിചാരിച്ചുകൊണ്ടിരുന്നത്. അച്ഛാ, എന്നോട് ക്ഷമിക്കൂ. നിങ്ങൾ എനിക്ക് തന്നിരിക്കുന്ന ധാബ എനിക്ക് നോക്കാൻ പറ്റിയില്ല. ഇവിടെ നോക്കൂ മോനെ, നീ എന്തിനു വേണ്ടിയാണ് വിഷമിക്കുന്നത്? ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഞാൻ മരിക്കുന്ന മുമ്പ് ഒരു പറക്കുന്ന ധാബ ഉണ്ടാക്കണമെന്നാ വിചാരിച്ചത്. അതിന്റെ ആലോചന പ്രകാരം വീടിന് പുറകിൽ ഞാൻ ഭദ്രമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഉണ്ടാക്കാനുള്ള കാശും ഞാൻ കുറച്ച് അവിടെ വെച്ചിട്ടുണ്ട്. എന്നെ കൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. പക്ഷേ നീ ആ പറക്കുന്ന ധാബ ഉണ്ടാക്കിയാൽ, എനിക്ക് മുഴുവൻ ഉണ്ടാക്കിയാൽ വളരെ സന്തോഷമായിട്ടുണ്ടാവും മോനെ. ശരി മോനെ, ഞാൻ പോയിട്ട് വരാം. ഞാൻ പോവാനുള്ള നേരം വന്നിട്ടുണ്ട്. നിന്റെ അമ്മ എനിക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ്. ഇപ്പോഴും അവൾക്ക് കാത്തിരിക്കുന്നത് ഇഷ്ടാവുന്നില്ല. അച്ഛാ, നിക്കച്ചാ, ഞാൻ നിങ്ങളുടെ അടുത്ത് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മോനുവിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. അദ്ദേഹം വീടിന് പുറകിലേക്ക് പോയി അവിടെ കുഴിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് അവിടെ നിന്നും ഒരു പെട്ടി കിട്ടി. അദ്ദേഹം ആ പെട്ടി തുറന്നപ്പോൾ അതിൽ നിന്നും അദ്ദേഹത്തിന് പറക്കുന്ന ഒരു ധാബ എങ്ങനെ ഉണ്ടാക്കാമെന്ന് അതിനുള്ള പ്ലാൻ അതിലുണ്ടായിരുന്നു. മാത്രമല്ല, അത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പണവും അതിലുണ്ടായിരുന്നു. മോനും സുനിതയും രണ്ടുപേരും പറക്കുന്ന ധാബ ഉണ്ടാക്കാൻ തുടങ്ങി. അച്ഛാ, അച്ഛനും അമ്മയും എന്താ ചെയ്യുന്നത്? ഇവിടെ നോക്കു മോനെ, നമ്മൾ പറക്കുന്ന ധാബയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ജനങ്ങൾ ആകാശത്തിൽ പറന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. പിന്നീട് നമ്മുടെ ധാബയിലേക്ക് ജനങ്ങൾ ദിവസേന വരും. പിന്നെ നിന്നെ ഞങ്ങൾ നല്ലൊരു വിദ്യാലയത്തിൽ ചേർക്കും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മോനു ഒരു പറക്കുന്ന ധാബ ഉണ്ടാക്കി. അതിന്റെ കയർ ഒരു മലയിൽ നിന്ന് മറ്റൊരു മലയിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ടിരുന്നു. ചേടാ, ഇതെന്താണ്? പറക്കുന്ന ധാബയോ? ആ അതെ, ഈ ധാബ വന്നിട്ട് ആകാശത്തിൽ പറക്കും. ഇതുകൊണ്ട് കസ്റ്റമേഴ്സ് ഒക്കെ ഭക്ഷണത്തോട് ചേർത്ത് ആകാശത്തിൽ പറക്കുന്ന അനുഭവം കിട്ടാറുണ്ട്. അങ്ങനെയാണോ? എന്നാ ഈ ധാബയിൽ കഴിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ആ കസ്റ്റമർ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ
സുനിത ആ ധാബയെ പറപ്പിക്കാൻ ആരംഭിച്ചു. അങ്ങനെ പതുക്കെ പതുക്കെ ആ ധാബ ആകാശത്ത് പറക്കാൻ തുടങ്ങി. ഈ ധാബ ശരിക്കും പറക്കുകയാണല്ലോ. എന്റെ പൊന്നോ, ഞാൻ എപ്പോഴും ഇതുപോലെ ഈ സ്ഥലത്തിൽ ഇതുപോലെ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടേ ഇല്ലല്ലോ. അങ്ങനെ മെല്ലെ ഗ്രാമത്തിൽ പറക്കും ധാബയെ പറ്റി എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. ഗ്രാമവാസികൾ എല്ലാവരും മോനുവിന്റെ പറക്കും ധാബയിൽ കയറിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും മോനു ലക്ഷ്മണിനെ വളരെ നല്ലൊരു വിദ്യാലയത്തിൽ ചേർത്തു. മറ്റൊരു ഭാഗത്താണെങ്കിലോ സുരേഷിന്റെയും സുഷ്മയുടെയും ധാബയിലേക്ക് ആരും വരാതെയായി. ഈ മോനും സുനിതയും പറക്കും ധാബ തുറന്നതിന് ശേഷം നമ്മുടെ ധാബയിലേക്ക് ഗ്രാമവാസികൾ ആരും തന്നെ വരാറില്ല. ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാൽ അവന്റെ മകൻ ലക്ഷ്മണനെയും ഏതോ ഒരു നല്ല സ്കൂളിൽ ചേർത്ത് വെച്ചിരിക്കുന്ന പറയുന്നത്. എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്തേ മതിയാകൂ, ഇല്ലെങ്കിൽ നമ്മളുടെ അവസ്ഥ മോശമായി പോവും. എന്റെ അടുത്ത് ഒരു ആലോചനയുണ്ട്. ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാൽ അവന്റെ പറക്കുന്ന ധാബ ഏതോ ഒരു ചാവി കൊണ്ടാണ് വർക്കാവുന്നത്. സുഷ്മ, എന്റെ അടുത്ത് എനിക്ക് ഒരു ആലോചനയുണ്ട്. ഞാൻ എങ്ങനെ പറയുന്നോ നീ അതുപോലെ തന്നെ ചെയ്തേക്ക്. സുരേഷ് സുഷ്മയോട് തന്റെ തീരുമാനത്തെ പറ്റി പറഞ്ഞു. അങ്ങനെ രാത്രി സമയമായി. മോനും സുനിതയും രണ്ടുപേരും തങ്ങളുടെ വീട്ടിലായിരുന്നു. സുഷ്മ സുനിതയെ കാണാനായി അങ്ങോട്ടേക്ക് വന്നു. അപ്പോഴാണ് പറക്കുന്ന ധാബയുടെ ചാവി അവിടെ ഒരു ടേബിളിലുള്ളത് അവൾ കണ്ടത്. ആ സുനിത, നിന്റെ പറക്കും ധാബ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നെന്ന് കേട്ടല്ലോ. മാത്രമല്ല നീ നിന്റെ മകൻ ലക്ഷ്മണിനെ ഒരു വലിയ പള്ളിക്കൂടത്തിൽ വിട്ടെന്നും ഞങ്ങൾ അറിഞ്ഞു. അതെ, ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹമായിട്ടേ കണ്ടുള്ളൂ. ഞങ്ങളുടെ അച്ഛന്റെ ആഗ്രഹം എന്റെ ഭർത്താവ് അത് നിറവേറ്റിയിരിക്കുന്നു. സുനിത, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു. കുടിക്കാൻ വേണ്ടി എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടു തരുമോ? ആ, ഒരു മിനിറ്റ്, ഇതാ ഞാൻ ഇപ്പോ വെള്ളം കൊണ്ടുവരാം. വെള്ളം എടുത്തു വരാനായി സുനിത കിച്ചണിലേക്ക് പോയ നേരം സുഷമ ധാബയുടെ ചാവിയും എടുത്ത് ആ സ്ഥലത്തു നിന്നും ഇറങ്ങിപ്പോയി. വീട്ടിലെത്തിയതും ആ ചാവിയെടുത്ത് തന്റെ ഭർത്താവ് സുരേഷിന് അത് കൈമാറി. വാവ് സുഷ്മ, നിന്നെ പാരാട്ടാനുള്ള വാക്കുകൾ എന്റെ അടുത്തില്ല. നാളെ വിടിയുന്ന മുമ്പ് തന്നെ ആ പറക്കുന്ന ധാബ നന്നായിട്ട് പറക്ക വെച്ചിട്ട് ഏതെങ്കിലും കാട്ടിലേക്ക് വിട്ടേക്കാം. നമ്മൾ ആ ധാബ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് അങ്ങ് ഓടി വന്നേക്കാം. വരൂ, വേഗം വരൂ, വേഗം, ഇപ്പോൾ രാവിലെ ആകും. സുരേഷും സുഷ്മയും രണ്ടുപേരും ആ ധാബയ്ക്ക് സമീപത്തേക്ക് പോയി. മോനു ആണെങ്കിലോ വളരെ അഗാധമായ ഉറക്കത്തിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സ്വപ്നത്തിൽ എന്ത് കണ്ടെന്നോ, വീണ്ടും തന്നെ ആരും വിളിക്കുന്നത് പോലെ തോന്നി. എപ്പോ നോക്കിയാലും നീ ഉറങ്ങിക്കൊണ്ടേയിരിക്കും. അമ്മേ, അമ്മേ, ഞാൻ എപ്പോഴും നിങ്ങളെ പറ്റിയാണ് വിചാരിച്ചോണ്ടിരുന്നത്. അതെ എന്റെ പൊന്നുമോനെ, എനിക്കത് നന്നായി മനസ്സിലാവുന്നുണ്ട്. നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ ധാബയുടെ ചാവി ആരോ മോഷ്ടിച്ചു. നീ അതിനെപ്പറ്റി ചിന്തിക്കുന്നതേ ഇല്ല. എപ്പോഴത്തെയും പോലെ നിനക്ക് ഉത്തരവാദിത്തമേ ഇല്ല. നിങ്ങൾ ചീത്ത പറയുമ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട്. നിങ്ങൾ കണ്ടതില് എനിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട് അമ്മേ. എനിക്കും അങ്ങനെ മോനെ. നീ ഒരുപാട് ഉറങ്ങി, ഇനി ഒന്ന് എണീക്ക്. മോനു തന്റെ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു. എന്നിട്ട് തന്റെ ഭാര്യ സുനിതയെയും എഴുന്നേൽപ്പിച്ചു. മറ്റൊരു ഭാഗത്ത് സുരേഷും സുഷ്മയും ആ ധാബയുടെ സമീപത്തേക്ക് എത്തിച്ചേർന്നു. ഇപ്പൊ ഉണ്ട് മോനെ കളി. ധാബേനെ പറപ്പിക്കാൻ അവൻ വല്ലാതെ ആഗ്രഹിച്ചല്ലേ. പുല്ലാങ്കുഴൽ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ടെങ്കിലല്ലേ ഊതുന്ന ശബ്ദം കേൾക്കൂ. ഇതിനെ നമ്മൾ ആകാശത്തിലേക്ക് പറത്തിവിടാം. ആർക്കും അതിലേക്ക് കയറാനും പറ്റില്ല, ആർക്കും ഇത് താഴെ കൊണ്ടുവരാനും കഴിയില്ല. സുരേഷും സുഷ്മയും രണ്ടുപേരും ധാബയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. ഉള്ളിലേക്ക് പ്രവേശിച്ചതും ഇവർക്ക് രണ്ടുപേർക്കും ഒരു കാര്യം മനസ്സിലായില്ല, ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന്. അപ്പോഴാണ് സുഷമ ആ ധാബയ്ക്കുള്ളിൽ ഒരു കൺട്രോളർ മെഷീൻ കണ്ടത്. ഒന്നിങ്ങോട്ടേക്ക് നോക്കൂ, ദാ ഇവിടെ ഹാൻഡിൽ എവിടെയോ എഴുതി വെച്ചിരിക്കുന്നു. ഇതാണ് ഈ ധാബയെ പറക്കാൻ സഹായിക്കുന്നതെന്ന് തോന്നുന്നു. അതെ, പിന്നെ ഇത് കൊണ്ട് വെച്ചിട്ടാണ് ധാബ പറക്കാൻ പോകുന്നത്. ഞാൻ ഈ ഹാൻഡിൽ മേലോട്ട് പൊക്കാം, അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് പോയേക്കാം. സുരേഷ് ആ ഹാൻഡിൽ മുകളിലേക്ക് ഉയർത്തി, പക്ഷെ അതിന് അദ്ദേഹത്തിന് സാധിച്ചില്ല. സുരേഷ് തന്റെ സകല ശക്തിയും എടുത്ത് ആ ഹാൻഡിൽ മുകളിലേക്ക് ഉയർത്താൻ വേണ്ടി ശ്രമിച്ചു. അദ്ദേഹം ശക്തി പ്രയോഗിച്ചതും ആ ഹാൻഡിൽ പൊട്ടിപ്പോയി. അപ്പോൾ ആ ധാബ ആകാശത്തിൽ ഉയർന്ന് പറന്നു. അയ്യോ, നമ്മൾക്ക് താഴെ ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഈ ധാബയെ പെട്ടെന്ന് താഴേക്ക് ഇറക്ക്, വേഗം എന്തെങ്കിലും ചെയ്യ്. എങ്ങനെ ഇറക്കാനാണ്? ആ ഹാൻഡിൽ പൊട്ടിപ്പോയല്ലോ. അയ്യോ, നമ്മൾ ഇനി എങ്ങനെയൊന്ന് താഴേക്ക് ഇറങ്ങാ? എന്താ നമുക്ക് ഇങ്ങനെ സംഭവിച്ചത്? ഇതിന്റെ കാരണം നമ്മൾ ചെയ്ത തെറ്റുകൾ കൊണ്ടാണ്.
അതെ സുഷമ, നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അങ്ങോട്ടേക്ക് മോനുവും സുനിതയും എത്തിച്ചേർന്നത്. സുഷ്മ അവരെ പറക്കുന്ന ധാബയിൽ ഇരുന്നുകൊണ്ട് കണ്ടു. രക്ഷിക്കൂ സുനിത, ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ, ഞങ്ങൾ ഈ പറക്കുന്ന ധാബയിൽ പെട്ടുപോയി, ഞങ്ങള് വളരെ വലിയ പാപം ചെയ്തു. ഞങ്ങളോട് ക്ഷമിക്കൂ മോനു, ഞാൻ ചെയ്തത് വളരെ തെറ്റ് തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും അത്യാഗ്രഹം കൊണ്ട് വല്ലാതെ ആഗ്രഹിച്ചു. നിന്റെ ധാബ എങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി നിന്റെ വീട്ടിലേക്ക് വന്നതിന് ഞങ്ങൾ മോഷ്ടിച്ചു. ഇതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ആദ്യം ഞാൻ നിങ്ങളെ താഴോട്ട് ഇറക്കാൻ നോക്കട്ടെ. ആ ഹാൻഡിൽ നിങ്ങൾ താഴെ ഇറക്കാൻ നോക്ക്. അങ്ങനെ ചെയ്താലേ ആ ധാബ താഴെ ഇറങ്ങുള്ളൂ. ആ ഹാൻഡില് അവിടെ തന്നെ അങ്ങ് പൊട്ടിപ്പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ മേലെ പെട്ടിരിക്കുന്നത്. ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആ ധാബിന്റെ ചാവി ഓഫ് ചെയ്തേക്ക്, പിന്നെ നിങ്ങളൊന്ന് പുറത്തേക്ക് വന്നേക്ക്, അതുകൊണ്ട് ധാബ താനെ തന്നെ താഴെ വരും. സുരേഷ് ആ ചാവി എടുത്തു മാറ്റിയതും ധാബ താഴേക്ക് എത്തിച്ചേർന്നു. സുരേഷും സുഷമയും രണ്ടുപേരും ചേർന്ന് മോനുവിന്റെയും സുനിതയുടെയും അടുത്ത് വന്ന് അവരോട് മാപ്പ് അപേക്ഷിച്ചു. അതിന് മോനു അവരോട് എന്തു പറഞ്ഞെന്നോ? നിങ്ങളുടെ തെറ്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, എനിക്ക് അത് തന്നെ മതി. അതിനുശേഷം സുരേഷും സുഷമയും രണ്ടുപേരും അവരുടെ ധാബ നേരായ വഴിയിൽ നടത്താൻ തുടങ്ങി.